എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നത് ഞങ്ങൾ പുതുതായി വാങ്ങിയ ഹുണ്ടയുടെ ക്രെറ്റ EXO സമ്മർ എഡിഷൻ വേരിയൻ്റ് ആണ്. ഞങ്ങൾ ഈ വാഹനം വാങ്ങിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഹുണ്ടായി വാഹനങ്ങളുടെ ഓതറൈസ്ഡ് ഡീലറായ പോപ്പുലർ ഹുണ്ടായിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിഷ് ഗ്രില്ല് തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഹുണ്ടായുടെ ലോഗോ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും മിഡിൽ ഭാഗത്തായിട്ട് ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് വരുന്നത് ക്വാഡ് ബീം LED ലൈറ്റാണ് വരുന്നത്. അത് കണക്റ്റഡ് ലൈറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ബോണറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് അത്യാവശ്യം ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത് 16 ഇഞ്ചാണ്. ഒരു സ്റ്റൈലിഷ് ഡ്യുവൽ കളർ വീൽ ക്യാപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് ഫ്രണ്ട് ഇൻഡിക്കേറ്റർ വരുന്നത് ഫെൻഡറിലാണ് വരുന്നത്, മിററിലല്ല വരുന്നത്, ഫെൻഡറിലാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. നമുക്ക് ഔട്ട് സൈഡ് മിറർ വരുന്നത് ഇത് നമുക്ക് അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിത് ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി തന്നെ ഫോൾഡ് ചെയ്യേണ്ടി വരും. അല്ല, നമുക്ക് ഇലക്ട്രോണിക്കലി നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിതിൻ്റെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ലൈറ്റ് വരുന്നതും കണക്റ്റഡ് ടെയിൽ ലാമ്പ് തന്നെയാണ് വരുന്നത്. അത് LED കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് വരുന്നത്. പിന്നെ ബാക്കിൽ ഈ ഭാഗത്ത് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഈ വാഹനത്തിന് മനോഹരമാക്കുന്നുണ്ട്. ഈ സിൽവർ ഫിനിഷ് മനോഹരമാക്കുന്നുണ്ട്. ഈ സിൽവർ ഫിനിഷ് ഈ വാഹനത്തിൻ്റെ ഈ പോർഷനിലും സിൽവർ ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് വരുന്നത്. റിയർ സ്പോയിലർ വരുന്നുണ്ട്. പിന്നെ ഈ മോഡലിന് റിയർ വൈപ്പർ വരുന്നില്ല, ഡീഫോഗറും വരുന്നില്ല. ഞാനിതിൻ്റെ ഡിക്കി സ്പേസ് ഇനി ഒന്ന് കാണിച്ചു തരാം. ഡിക്കി സ്പേസ് വരുന്നത് ഇത്രയുമാണ്. ഇത് നമ്മൾ പാഴ്സൽ ട്രേ കൊടുത്തിട്ടില്ല. പാഴ്സൽ ട്രേ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സറീസ് ആയിട്ട് മേടിക്കാൻ പറ്റും. പാഴ്സൽ ട്രേ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴേക്ക് വരുന്ന സ്പേസ് എന്ന് പറയുന്നത് 433 ലിറ്ററാണ്. അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി പാഴ്സൽ ട്രേ കൊടുക്കാതെ വരികയാണെങ്കിൽ ഇത്രയും സ്പേസ് നമുക്കിവിടെ ഇത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്പേസ് കാണാവുന്നതാണ്. ഇത്രയും സ്പേസ് നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്പെയർ ടയർ ഇതിൻ്റെ അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. സ്പെയർ ടയർ അതിൻ്റെ ആക്സറീസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി വരുന്നത് 1500 cc ആണ്. 1500 cc 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ പവർ വരുന്നത് 115 PS. ഇതിൻ്റെ മാക്സിമം ടോർക്ക് വരുന്നത് 145 Nm ആണ്. ഈ വാഹനത്തിന് വരുന്നത് സ്മാർട്ട് കീ ആണ് വരുന്നത്. പുഷ് ബട്ടൺ ആണ് വരുന്നത്. നമുക്കിത് കീലെസ് എൻട്രി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇതിൻ്റെ ഡോർ പാഡ് വരുന്നത് ഡ്യുവൽ കളറാണ് വരുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. ഹാർഡാണ് അത്രയും. നമുക്കിവിടെ ഒരു വാട്ടർ ബോട്ടിൽ വെക്കുന്നതിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. ഈ ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ പാഡിൽ വരുന്ന സ്വിച്ചുകൾ ഇത് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്വിച്ചുകളാണ്. നമുക്ക് ലെഫ്റ്റിലേക്കും മുകളിലേക്കും താഴേക്കും റൈറ്റിലേക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്വിച്ചാണ്. ഈ സ്വിച്ച് വരുന്നത് നമ്മളിത് ലെഫ്റ്റിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും, ഇത് റൈറ്റിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ്. ഇത് ലോക്കും അൺലോക്കിനുമുള്ള സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോറിൻ്റെയും പവർ വിൻഡോയുടെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തിരിക്കുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന രീതിയിലാണ്. നമ്മളിത് പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറകിലിരിക്കുന്ന ആർക്കെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ഈ വിൻഡോ താഴേക്കാക്കാൻ കഴിയുകയില്ല. അതൊരു സേഫ്റ്റി ഫീച്ചർ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം വരുന്ന ഒരു മാഗ്നറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട എന്തെങ്കിലും ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ഹോൾഡർ അതൊക്കെ നമുക്ക് ഇവിടെ വെക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഭദ്രമായിട്ട് ഇതിരിക്കുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ബട്ടൺ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഭാഗത്ത് ഇവിടെ ഈ വരുന്ന സ്വിച്ച് വരുന്നത്
ഓട്ടോ സ്റ്റാർട്ട് സ്വിച്ചാണ്. ഇത് വരുന്നത് ട്രാക്ഷൻ്റെ സ്വിച്ചാണ്. ഇത് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ബീം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഓട്ടോ സ്റ്റാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിഗ്നൽ ഒരു നിശ്ചിത സമയം വണ്ടി ഓഫായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആവുകയാണ്. പിന്നീട് നമ്മൾ ക്ലച്ച് അമർത്തുമ്പോൾ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവുകയും നമ്മൾ പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി മൂവ് ആവുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി കുറച്ച് കൂട്ടുന്നതിന് വേണ്ടിയാണ് കമ്പനി അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ആദ്യം സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിടാൻ പറ്റും. ഇതിൻ്റെ ഓഫും മൂണും വരുന്നത് ഇവിടെ തന്നെയാണ്. ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഈ വാഹനത്തിന് വരുന്നത്. വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ക്ലസ്റ്ററിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ ടയറിൻ്റെ പ്രഷർ എത്രയാണെന്ന് കാണിച്ചു തരും. നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ബാറ്ററിയുടെ ഇൻഫർമേഷന്, ഫ്യൂവലിൻ്റെ അളവ്, ബാറ്ററിയുടെ, അങ്ങനെ ഹാൻഡ് ബ്രേക്ക്, അങ്ങനെ എന്ന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഈ ക്ലസ്റ്ററിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, അടുത്ത സെക്കൻഡ് ഗിയർ ഇട്ട് അങ്ങനെ പോകുമ്പോൾ ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് കാണിച്ചു തരും. അത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് ഈ വാഹനത്തിൻ്റെ മൈലേജ് അങ്ങനെ കാണിച്ചു തരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് കൃത്യമായിട്ട് ഈ വാഹനത്തിൽ കാണിച്ചു തരും, ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. നമുക്ക് 4ാമത്തെ ഗിയറിൽ നിന്നും 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5ാമത്തെ ഗിയർ എന്നുള്ളത് ഈ ക്ലസ്റ്ററിൽ കാണിച്ചു തരും. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡിലെ ഡോറ് ഓപ്പൺ ആയിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് ഈ ഡിസ്പ്ലേ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ആ ഡോറ് ക്ലോസ് ചെയ്യുകയാണ്. ഇത് ക്ലോസ് ആയിട്ടില്ല. ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് സേഫ്റ്റിക്ക് വേണ്ടി വളരെ കൃത്യമായിട്ട് ഇത് കാണിച്ചു തരുന്നുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഡിസ്പ്ലേയിൽ ഡോർ ഓപ്പൺ ആണെന്നുള്ള കാര്യം കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ ഏത് ഡോർ ഓപ്പൺ ആണെങ്കിലും, ഇൻക്ലൂഡിങ് നമ്മുടെ ഡിക്കി ഓപ്പൺ ആണെങ്കിലും ഇതിനകത്ത് കാണിച്ചു തരുന്നതാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വരുന്ന ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാവിധ കൺട്രോളുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നതിനും, നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വോളിയം കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാവിധ കൺട്രോൾസും ഈ സ്റ്റിയറിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എ സിയുടെ സ്വിച്ച് ഇവിടെയായിട്ടാണ് വരുന്നത്. നമുക്ക് എ സിയുടെ മോഡ്സ് ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇതും എ സിയുടെ കൺട്രോൾസ് തന്നെയാണ് വരുന്നത്. ഹസാർഡ് സ്വിച്ച് ഇവിടെയായിട്ട് വരുന്നുണ്ട്. ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫോടെക് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ടച്ച് സ്ക്രീനാണ് വരുന്നത്. ടച്ച് സ്ക്രീനാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡും കിട്ടുന്നുണ്ട്. നല്ല ക്ലാരിറ്റിയുള്ള ഒന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നാവിഗേഷൻ സിസ്റ്റം വരുന്നുണ്ട്. നാവിഗേഷൻ നമുക്ക് സെർച്ച് ചെയ്ത് പോകുന്നതിന് പറ്റും. നാവിഗേഷൻ സിസ്റ്റം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോകുന്നതിനും, നമ്മൾ നാവിഗേഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പോകുന്നതിനുള്ള നാവിഗേഷൻ അസിസ്റ്റൻസ് ഇതിനകത്ത് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഒരു റിവേഴ്സ് ക്യാമറ ഇതിനകത്തുണ്ട്. റിയർ ക്യാമറ വിത്ത് ഡൈനാമിക് ഗൈഡ് ലൈൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി തന്നെയാണ് ഇതിനകത്തുള്ളത്. തന്നെയുമല്ല ഇതിൽ സെൻസർ ഇൻക്ലൂഡറുമാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഈ ക്യാമറ നമ്മൾ റിവേഴ്സ് എടുക്കുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ആംഗിൾസ് കാണിച്ചു തരുന്നതാണ്. ഈ വണ്ടിയുടെ ഓരോ ചലനങ്ങളും അത് കൃത്യമായിട്ട് തന്നെ ഒപ്പിയെടുത്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിലെ കാര്യം പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വാട്ടർ ഹോൾഡർ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ലെഫ്റ്റ് സൈഡിൻ്റെ ഡോറിൽ വാട്ടർ ബോട്ടിൽ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആംറെസ്റ്റിനകത്ത് ഇത്രയും സ്പേസ് വരുന്നുണ്ട്. ഗിയർ വരുന്നത് 7 ഗിയറാണ് വരുന്നത്. 6+1 ആണ് വരുന്നത്. USB കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ല, നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു പോർട്ട് ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ മോഡലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ പനോറമിക് സൺറൂഫാണ് വരുന്നത്.
ഈ മോഡലിൽ വരുന്നത് പനോറമിക് സൺറൂഫാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് വെക്കുന്നതിനുള്ളൊരു ഹോൾഡർ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് വരുന്നതെല്ലാം, അകത്തെ ലൈറ്റെല്ലാം വരുന്നതെല്ലാം LED ലൈറ്റ്സാണ് വരുന്നത്. ഇവിടെ മാത്രമല്ല, ബാക്ക് ഭാഗത്തും ഈ ലൈറ്റ് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ കത്തുന്നതാണ്. ഇത് രാത്രിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്ലിയർ ആണ്. ആ സമയത്താണെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും, കുറച്ചുകൂടെ കാണാൻ പറ്റും. ഈ വാഹനത്തിന് വരുന്നത് 6 എയർ ബാഗാണ്. നമുക്ക് ഈ ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് 2 സൈഡിലും, ഡ്രൈവർ സൈഡിലാണെങ്കിലും കോ പാസഞ്ചർ സൈഡിലാണെങ്കിലും നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മാനുവലിയാണ്. ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മൊബൈൽ ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു ചാർജിങ് സ്പോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC-യുടെ വിൻഡോസ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഇരുന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ മുകളിലേക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ലെഗ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം നല്ല ലെഗ് സ്പേസ് തന്നെ ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിലത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്കൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സീറ്റ് കവർ ഇട്ടതാണ്. ശരിക്കും ഇതിൻ്റെ കമ്പനിയിൽ നിന്ന് വരുന്ന സീറ്റ് കവർ എന്ന് പറയുന്നത് ഒരു ഡ്യുവൽ കളർ സീറ്റ് കവറാണ് വരുന്നത്. ഇത് നമ്മൾ അഡീഷണൽ സീറ്റ് കവർ ചെയ്യിച്ചതാണ്. ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് ഡ്യുവൽ കളർ സീറ്റാണ്. ഡ്യുവൽ കളർ സീറ്റാണ് ഹുണ്ടായി ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ മോഡലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റിലേക്ക് 2 ഭാഗത്തും സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ഈ സൺഷെയ്ഡ് നമുക്ക് മുകളിലേക്ക് ഉയർത്തി വെക്കാവുന്നതാണ്. അത് ബാക്കിൽ സീറ്റിൽ മാത്രമാണ് ഉള്ളത്, ഫ്രണ്ട് സീറ്റിൽ കൊടുത്തിട്ടില്ല. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് ഡിസ്ക് ബ്രേക്കാണ്. ഈ വാഹനത്തിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 15,77,000 രൂപയാണ്. നമ്മളിതിൻ്റെ ചെറിയ സ്പ്ലിറ്റപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ഏകദേശം ഒരു 47,000 രൂപയോളം വരും. റോഡ് ടാക്സ് അപ്രോക്സിമേറ്റ് 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് റോഡ് ടാക്സ് വരുന്നുണ്ട്. 1,98,000 രൂപയോളം റോഡ് ടാക്സ് വരുന്നുണ്ട്. വണ്ടി വില ഒരു 13 ലക്ഷത്തിന് മേളിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓൺ ദ റോഡ് പ്രൈസ് മറ്റെല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫാസ്റ്റാഗ് അങ്ങനെ പല കാര്യങ്ങളും ആക്സറീസ് ഇതെല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15,77,000 രൂപയാണ് ഇതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ഈ വാഹനം പെട്രോൾ വേരിയൻ്റാണ് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 750-800 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മൾ മൈലേജും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. അടുത്ത ഒരു 10,000 കിലോമീറ്ററൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ആ സമയത്തേക്ക് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോയിൽ ആ കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. ഫസ്റ്റ് സർവീസ് വരുന്നത് 45 ദിവസം, അതല്ല എന്നുണ്ടെങ്കിൽ 1500 കിലോമീറ്റർ. ഏതാണോ ആദ്യം വരുന്നത് അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സർവീസിൻ്റെ പീരീഡ് വരുന്നത്. സെക്കൻഡ് സർവീസിൻ്റെ പീരീഡ് വരുന്നത്
10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 വർഷം ഏതാണോ ആദ്യം വരുന്നത് അതാണ് ഇതിൻ്റെ സെക്കൻഡ് സർവീസിൻ്റെ പീരീഡ് വരുന്നത്. ഇതിൻ്റെ തേർഡ് സർവീസിൻ്റെ പീരീഡ് വരുന്നത് 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷം ഏതാണോ ആദ്യം വരുന്നത് അതാണ് ഇതിൻ്റെ തേർഡ് സർവീസിൻ്റെ പീരീഡ് വരുന്നത്. ഇതിൻ്റെ വാറണ്ടി വരുന്നത് 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്. നമുക്ക് ഈ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്. 4-ാമത്തെ വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് ഏകദേശം 16,000 രൂപയാണ് നമുക്കാവുന്നത്. ഞാൻ 4-ാമത്തെ വർഷത്തെ വാറണ്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കിലോമീറ്ററിൻ്റെ കണ്ടീഷനുണ്ട്. 80,000 കിലോമീറ്ററാണ് ഹുണ്ടായി പറയുന്നത്. ഇനി ഇത് 5-ാമത്തെ വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മേളിൽ നമുക്ക് പേയ്മെൻ്റ് ആകും. അതിനും ഒരു കണ്ടീഷനുണ്ട്. 1,00,000 കിലോമീറ്ററാണ് ഹുണ്ടായി പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.